ഹലോ, നമ്മുടെ ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ കഴിഞ്ഞ മെയ് 6-ാം തീയതി നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അന്ന് വീട്ടിൽ തന്നെ ചെറിയൊരു കേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക. ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കേക്ക് എന്ന് പറയുന്നത് ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ്. ബട്ടർ സ്കോച്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള കേക്ക്. അപ്പോൾ അത് എഗ്ലെസ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ ഞാൻ ആദ്യം ഒരു 250 ml ഒരു കപ്പ് പാൽ അളന്നെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിനീഗർ അല്ലെങ്കിൽ നാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ആ പാലൊന്ന് ജസ്റ്റ് ഒന്ന് പിരിഞ്ഞിട്ട് ബട്ടർ മിൽക്ക് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. കാരണം നമ്മൾ എഗ്ഗ് യൂസ് ചെയ്യുന്നില്ല, പകരം ഈ ഒരു മിക്സാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കേക്ക് ടീനൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആയ കാരണം തന്നെ എൻ്റെ കയ്യിലൊരു ലവിൻ്റെ ഹാർട്ടുള്ളൊരു കേക്ക് ടീൻ ഉണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ ഇന്നത്തെ കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ടിന്നെടുത്തിട്ട് അതിൻ്റെ എല്ലാ സൈഡും ഓയിലൊക്കെ ഗ്രീസ് ചെയ്തു. പിന്നെ അതിലേക്ക് കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് കേക്ക് പെട്ടെന്ന് അതൊന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതല്ല വെച്ചെങ്കിൽ ബട്ടർ പേപ്പർ ആഡ് ചെയ്ത് ആ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ബട്ടർ പേപ്പർ ഇല്ലാത്ത കാരണം ഞാൻ മൈദ ഇട്ടിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത് ഒരു കപ്പ് മൈദയാണ്. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് പാൽപ്പൊടി നമ്മുടെ കേക്കിന് നല്ലൊരു സോഫ്റ്റും നല്ലൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പൊടിച്ച പഞ്ചസാര ഓൾറെഡി എൻ്റെ കയ്യിലുള്ള കാരണം അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പൊടിച്ച പഞ്ചസാര അല്ല വെച്ചെങ്കിൽ നിങ്ങൾക്കത് പൊടിച്ചിട്ട് ഒരു 3/4 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ബേക്കിംഗ് പൗഡറും ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് 2-3 തവണ അരിച്ചെടുക്കുമ്പോൾ നമ്മുടെ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് വരും എന്നാണ് പറയുക. ഞാൻ 2-3 തവണയൊന്നും അരിച്ചിട്ടില്ല. ഞാൻ ഒരു തവണ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ പാലും വിനീഗറും കൂടി ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് ഈ മൂന്നും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വിസ്ക് ചെയ്തെടുക്കുക കേട്ടോ. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വിസ്ക് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ലതുപോലെ അതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സായി വരും കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ടും ആഡ് ചെയ്യാതെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ ഹാഫ് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് വിസ്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മിക്സ് ആയതിന് ശേഷം ബാക്കിയുള്ള ഹാഫും കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബാറ്റർ നല്ല തിക്കാന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു 1/4 കപ്പ് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ ഈ ഒരു മെഷർമെൻറ്റിലാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ നമുക്ക് നമ്മുടെ ബാറ്റർ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ വരും കേട്ടോ. നല്ല തിക്കും അല്ല, നല്ല ലൂസും അല്ല. നമ്മളതിങ്ങനെ സ്പാച്ചുല വെച്ചിട്ട് ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മളത് ആ ബാറ്റർ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ വരും ആ ബാറ്റർ. ഇനി അഥവാ കുറച്ച് തിക്കാൻ തോന്നുകയാണെന്നുവെച്ചെങ്കിൽ പാല് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ നമ്മളുടെ ഓവൻ സെറ്റപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മളെപ്പോഴും കേക്ക് ഉണ്ടാക്കുന്ന മെത്തേഡിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അത് നമ്മളുടെ ചാനലിൽ തന്നെ ഒരുപാട് കേക്കിൻ്റെ വീഡിയോസിൻ്റെ റെസിപ്പീസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടവർക്കൊക്കെ അറിയുന്നുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ബാറ്റർ മുഴുവനായിട്ട് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചൂടാക്കാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മളുടെ ഈ ടിന്ന് ഇറക്കി വെക്കാം. എന്നിട്ട് നമ്മളൊരു ടൈമർ 40 മിനിറ്റ്സാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 40 മിനിറ്റ്സിന് ശേഷം നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് 45 മിനിറ്റ്സ് വേണ്ടി വന്നിട്ടുണ്ട്. അതായത് 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാനൊരു 5 മിനിറ്റ്സും കൂടി എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് നട്ട്സ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ആ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇളക്കൊന്നും വേണ്ട, പഞ്ചസാര തനിയെ കാരമലൈസ് ചെയ്ത് വരും.
അപ്പോൾ നമ്മുടെ പഞ്ചസാര ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് അത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ പഞ്ചസാര ഇങ്ങനെ ഒന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അത് നല്ലപോലെ മെൽട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബട്ടർ ആഡ് ചെയ്യുമ്പോൾ ഒരു നല്ലതുപോലെ അതിങ്ങനെ പതഞ്ഞ് വരും, അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ സമയം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് നട്ട്സ്, അതായത് കുറച്ച് നട്ട്സും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ബദാമും പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബട്ടറും ഈ പഞ്ചസാരയും കൂടി നല്ലതുപോലെ മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ബദാമും നട്ട്സും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 1-2 സെക്കൻഡ് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ പഞ്ചസാരയുടെ ഇതിൽ ഈ നട്ട്സ് നല്ലതുപോലെ യോജിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഞാനൊരു സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മിക്സ് മാറ്റി വെക്കുകയാണ് കേട്ടോ. കാരണം അത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അപ്പോൾ അത് കട്ട പിടിച്ചിട്ട് നമുക്കത് പൊടിച്ചെടുക്കാനാണ്. അപ്പോൾ അത് നമ്മളൊരു എണ്ണ തടവിയിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കുക. എന്നാലാണ് നമുക്കത് പെട്ടെന്ന് എടുക്കാനായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ആ സമയത്ത് അത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പൊടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മളുടെ കേക്ക് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്ക് എടുത്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് വെന്തോന്നൊക്കെ നോക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാകും. അതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കിയാൽ മതി, ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒരു കോലം ഇട്ടിട്ട്. അപ്പോൾ അത് ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അത് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ക്രീമൊക്കെ ചെയ്തെടുക്കുമ്പോൾ അത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കേക്ക് ചൂടാറുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പ്ലേറ്റിലേക്ക് പകർത്തി വെച്ചിരിക്കുന്ന ആ നട്ട്സിൻ്റെ ഇത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്നും എടുക്കാൻ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല, അത് നല്ലതുപോലെ ഉറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു കത്തി വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് എടുക്കുകയാണ്. അപ്പോൾ അത് എടുത്തതിന് ശേഷം അതിങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് എടുത്തതിന് ശേഷം നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി പൊടിക്കാം. എന്നിട്ട് ഒരു കവറിലിട്ടിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു സിബ്ലോക്ക് കവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം കൂടിയിട്ട് ആ സിബ്ലോക്ക് കവറിൽ ഇടുന്നുണ്ട്. അപ്പോൾ സിബ്ലോക്ക് കവറിൽ ഇട്ടതിന് ശേഷം അതൊന്ന് നമ്മൾ ചപ്പാത്തി പരത്തുന്ന ആ കോല് വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 മേട്ടം ഇടുമ്പോഴേക്കും ആ കവറൊന്ന് എൻ്റെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കവർ പിന്നെ ജസ്റ്റ് ബാക്ക് സൈഡൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടാണ് പിന്നെ അതൊന്ന് പൊടിച്ചെടുത്തത്. ഒന്നെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്താലും മതി, ചപ്പാത്തിയുടെ കോല് വെച്ചിട്ട് റോൾ ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ ജസ്റ്റ് അതുമൊന്ന് മേടി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ നല്ലതുപോലെ ഫൈനായിട്ട് പൊടിഞ്ഞു വരും കേട്ടോ. ഇനി നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ വീണ്ടും ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പഞ്ചസാര മെൽട്ടാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതായത് നേരത്തെ നമ്മൾ കാരമലൈസ് ചെയ്ത പോലെ തന്നെ പഞ്ചസാര ഒന്ന് കാരമലൈസ് ആയി വരണം. അപ്പോൾ നമ്മുടെ പഞ്ചസാര നല്ലപോലെ കാരമലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ആഡ് ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിങ്ങനെ പതഞ്ഞ് വരും, അതൊന്നും കുഴപ്പമില്ല. ആ കാരമലൈസ് ചെയ്ത പഞ്ചസാരയും ബട്ടറും കൂടി നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരണം കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി നല്ലതുപോലെ യോജിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് 1 കപ്പോളം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലാത്ത കാരണം ഞാൻ വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റോളം നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ പഞ്ചസാരയുടെ ആ കാരമലൈസ് ചെയ്തതും ഈ വിപ്പിംഗ് ക്രീമും എല്ലാം കൂടി നല്ലതുപോലെ യോജിച്ച് നല്ല തിക്കായിട്ടുള്ളൊരു സോസ് പോലെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അത് തിക്കായിട്ട് വരുന്ന വരെ നമുക്കതൊന്ന് ജസ്റ്റ് അതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ക്രീമും പഞ്ചസാരയും എല്ലാം കൂടി നല്ലതുപോലെ മിക്സായിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ. ഈ സമയം കൊണ്ട് നമ്മുടെ കേക്ക് ടിന്നൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3ആയിട്ട് ഒന്ന് മുറിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്കതൊന്ന് ക്രീം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് 3ആക്കിയിട്ട് ഞാൻ മുറിച്ചിട്ടുണ്ട്. 3 ലെയറായിട്ട് ക്രീം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ക്രീം തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബട്ടർ സ്കോച്ചിൻ്റെ ആ സോസ് ഉണ്ടല്ലോ, അത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മുടെ ക്രീമും നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ കേക്ക് ഉണ്ടാക്കാൻ അത്ര വലിയ എക്സ്പേർട്ടുള്ള ആളൊന്നുമല്ല. എന്നാലോ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ആഗ്രഹമൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് ക്രീം കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ അത്രയും നല്ല പെർഫെക്ഷനിൽ വന്നു എന്നൊന്നും വരില്ല. എന്നാലും ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കിടിലൻ ടേസ്റ്റ് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ആദ്യത്തെ ലെയർ വെച്ചു. എന്നിട്ട് അതൊന്ന് സോക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് മേലെ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് നല്ല മോയ്സ്റ്റ് ആവാനും നല്ലൊരു സോഫ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രീം ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആ കേക്കുമ്പോൾ ആക്കിയിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ലെവൽ ചെയ്ത് മാത്രം കൊടുത്താൽ മതി. അല്ലാച്ചെങ്കിൽ നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് എല്ലാ ഭാഗത്തും ആക്കണ്ടേ. ഇതാകുമ്പോൾ അങ്ങനെയില്ല. പൈപ്പിംഗ് ബാഗ് ആകുമ്പോൾ എല്ലാതും ഒരേപോലെ വരും എല്ലാ ഭാഗത്തും. പിന്നെ ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്കൊക്കെ ഏറ്റവും നല്ലത് പൈപ്പിംഗ് ബാഗിൽ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നതാവും കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയറിൽ ക്രീം തേച്ചു. അതിൻ്റെ മേലെ നമ്മളെ പൊടിച്ച് വെച്ചിരിക്കുന്ന നട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ നമ്മളുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. കാരണം എത്രത്തോളം നമ്മൾ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ കേക്കിന് ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ ആ ഒരു ലെയർ ഫിനിഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുക്കുകയാണ്. അടുത്ത ലെയർ വെച്ച് കൊടുത്തിട്ടും ഇതേ മെത്തേഡ് തന്നെയാണ് വീണ്ടും ചെയ്യുന്നത്. നമ്മൾ ആ ലെയർ ഒന്നും കൂടി പഞ്ചസാരയുടെ ആ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഇതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ നട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അടുത്ത തേർഡ് ലെയർ വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ മുമ്പും ഇതുപോലെ ഒരുപാട് കേക്കിൻ്റെ റെസിപ്പീസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്രീമായിട്ടുള്ള കേക്കാണെങ്കിലും ക്രീം അല്ലാതെ ആയിട്ടുള്ള കേക്കുകളാണെങ്കിലൊക്കെ ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കി നോക്കുക. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാ ലെയറും ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടോപ്പ് ലെയറിലും അതുപോലെ തന്നെ ടോപ്പ് ലെയർ വെച്ചിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ക്രീം ചെയ്തെടുക്കുകയാണ് കേട്ടോ ടോപ്പ് ലെയറും. ടോപ്പ് ലെയറിലും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ വെക്കാം കേട്ടോ. അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും ഇതുപോലെ ക്രീം ചെയ്താൽ മതി. സൈഡിലൊക്കെ ഒന്ന് ക്രീം ചെയ്തെടുക്കാം. കാരണം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മളുടെ ക്രീം ഒന്നും കൂടി ഒന്ന് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി അത് സെറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ സൈഡിലൊക്കെ വിപ്പിംഗ് ക്രീമൊക്കെ ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷനായിട്ടുള്ള നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന നട്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് മേലെ ഫുള്ള് ഇങ്ങനെ ബോർഡറിൽ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേക്കിൻ്റെ സൈഡിലും ഫുള്ള് അതുപോലെ ഈ ഒരു നട്ട്സിൻ്റെ ഈ പൊടി ഞാനിങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടേതായിട്ടുള്ള ഒരു ചെറിയ ഡെക്കറേഷൻ വർക്കുകളൊക്കെയാണ് കേട്ടോ അത്. അപ്പോൾ സൈഡിലൊക്കെ നട്ട്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ പുറത്തേക്ക് പോയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ആ ടിഷ്യൂ ഒക്കെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് നല്ല ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഞാൻ ചെറുതായിട്ട് നമ്മൾ പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ കേക്ക് നമ്മൾ ഒരു വിധമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് തയ്യാറാക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ചില്ലായതിന് ശേഷം മാത്രമാണ് കേട്ടോ കേക്ക് മുറിക്കുന്നത്. അപ്പോൾ കേക്ക് മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റാണ് കേക്ക്. കേക്ക് മുറിക്കുമ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റാണ് കേക്ക്. അതുപോലെ തന്നെ അത്യാവശ്യത്തിന് മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക്. ഞാൻ ഉണ്ടാക്കിയ കാരണം പറയുന്നതല്ല, നല്ല കിഡിലും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു കേക്കാണ്. എന്നാലോ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് കഴിക്കാനായിട്ട്. ആ ക്രീമും എല്ലാം കൂടിയായിട്ട് ആ സോസിലും ആ സോസിൻ്റെ ടേസ്റ്റൊക്കെ കൂടിയായിട്ട് നല്ല കിടിലൻ ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ ഇത് ആർക്കും തയ്യാറാക്കാൻ പറ്റാവുന്ന എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ഫാമിലിക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.